ശാന്തസുന്ദരമായ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയൊന്നു വേറെ തന്നെയാണ്. പ്രാർത്ഥനയുടെ ഔന്നത്യങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് കാര്യം. അങ്ങനെയുള്ളൊരു ക്ഷേത്രമുറ്റത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള തിരുമിറ്റക്കോട് ക്ഷേത്രമാണിത്. വളരെയധികം പ്രത്യേകതകൾ ഈ അമ്പലത്തിനുണ്ട്. കിഴക്ക് മുഖമായി നിൽക്കുന്ന ശ്രീകോവിലിനുള്ളിൽ കയറിയാൽ പടിഞ്ഞാറു ഭാഗത്തായി മറ്റൊരു ശ്രീകോവിൽ കാണാം. രണ്ടു ശ്രീകോവിലുകളും തമ്മിൽ ഒരു വാതിൽ മറ മാത്രം. ഈ അമ്പലത്തിന് ഏകദേശം 5000 വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ഒരു ശിവനും 4 വിഷ്ണുവും കുടികൊള്ളുന്നതിനാൽ 5 മൂർത്തി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. വൈഷ്ണവ വിശ്വാസപ്രകാരം ഇവിടെ ശ്രീ ഉയ്യവന്ത പെരുമാൾ കുടികൊള്ളുന്നു. ക്ഷേത്രചരിത്രത്തിന്റെ പിന്നാമ്പുരം തേടിപ്പോയാൽ ഒരുപാട് ദൂരം പോകണം. അതിനാദ്യം പാലക്കാടിനെ അറിയണം. പിന്നെയും വളരെ പുറകിലോട്ട് പോകുമ്പോൾ ചേര രാജാക്കന്മാരിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് അധികം ചികയാനൊന്നും ഞാൻ പോയില്ല. നമുക്ക് വർത്തമാനകാലത്തിലേക്ക് തിരിച്ചുവരാം, അല്ലേ? തിരുമുറ്റത്തിന് തൊട്ടു താഴെയായി ശാപമോക്ഷവും കാത്ത് അനുസ്യൂതമൊഴുകുന്ന നിളാനദി. നദിയിലെ ഓളങ്ങൾ ക്ഷേത്രപ്പടികളെ തൊട്ടുരുമി ഒഴുകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. നിളയുടെ കരയിലായതിനാൽ ക്ഷേത്രത്തിന് ഭംഗിയൊന്നു വേറെ തന്നെയാണ്. ടി വാസുദേവൻ നായരുടെ നോവലുകളിലും സിനിമകളിലും എവിടെയെങ്കിലും പാലക്കാടിനെയും നിളയെയും പറ്റി വർണ്ണിക്കാതിരിക്കാറില്ല. അങ്ങനെ ടിയുടെ ആരാധികയായ എന്റെ സഹധർമ്മിണിയാണ് എനിക്ക് ഈ ക്ഷേത്രം പരിചയപ്പെടുത്തുന്നത്. ടിയുടെ നിർമാല്യം എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ചുമർ ചിത്രങ്ങളാണ്. ഏകദേശം 80 വർഷങ്ങൾ പഴക്കമുള്ള ചുമർ ചിത്രങ്ങൾ ഇവിടെ കാണാം. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂറൽ പെയിന്റിംഗിലെ കലാകാരൻ വരഞ്ഞതാണെന്ന് പറയപ്പെടുന്നു. അകത്ത് ചിത്രീകരണം ചെയ്യാൻ പാടില്ലാത്തത് കാരണം അതൊന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല. ഇവിടെ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.